അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഗണിതത്തിലെ കുറച്ച് കളികളിലേക്കും കാര്യങ്ങളിലേക്കും ശരാശരി കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാ. ഒരു സ്കൂളിൽ നിന്നും മൃഗശാല കാണാൻ വന്ന കുട്ടികൾക്ക് നൽകിയ ടിക്കറ്റ് നമ്പറുകൾ 4367 മുതൽ 4426 വരെയാണ്. എങ്കിൽ ആകെ എത്ര പേർ മൃഗശാല സന്ദർശിച്ചു? ഓപ്ഷനുകൾ ഞാൻ പറയാം. എ 59, ബി 61, സി 60, പിന്നെ ഡി 58. ശരി. ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുക അവസാനത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറയ്ക്കാനായിരിക്കും അല്ലേ? അതെ, ഞാനും അതാദ്യം ചിന്തിച്ചത്. പക്ഷേ അതൊരു ചെറിയ കെണിയാണ്. ഇത് കണ്ടെത്താനൊരു എളുപ്പവഴിയുണ്ട്. അവസാനത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തോട് ഒന്ന് കൂട്ടുക. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. 4426 കുറയ്ക്കണം 4367. അതെ, അപ്പോ ഉത്തരം 59 എന്ന് കിട്ടും. കിട്ടും. ഇനി ഇതിനോടൊന്ന് കൂട്ടണം. അപ്പോ 59 + 1 60. അതെ. അപ്പോ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 60 ആണ്. വളരെ ശരിയാണ്. നമ്മൾ ആ ആദ്യത്തെ ടിക്കറ്റ് നമ്പർ, അതായത് 4367, അതും കൂടി എണ്ണുന്നതുകൊണ്ടാണ് അവസാനം ആ ഒന്ന് കൂട്ടുന്നത്. അത് ശരിയാണ്. അല്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ മറന്നുപോകും. അടുത്തതൊരു രസമുള്ള ചോദ്യമാണ്. 60 നൂറുകൾ ചേർന്ന സംഖ്യയിൽ എത്ര ആയിരങ്ങളുണ്ട്? 60 നൂറുകൾ. ഓപ്ഷനുകൾ എ 60, ബി 600, സി 6, ഡി 6000. ആദ്യം 60 നൂറുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. 60 ഗുണിക്കണം 100. അതെ, അതായത് 6000. 6000. അപ്പോ 6000-ൽ എത്ര ആയിരങ്ങളുണ്ട്? അത് പിന്നെ എളുപ്പമാണല്ലോ. 6 ആയിരങ്ങൾ. കൃത്യം. മറ്റൊരു രീതിയിലും ചിന്തിക്കാം. അതെങ്ങനെയാ? 10 നൂറുകൾ ചേർന്നാൽ 1000 ആകുമെന്നോ? ശരിയാണ്. അപ്പോൾ 60 നൂറുകളിൽ എത്ര ആയിരമുണ്ടെന്ന് കാണാൻ 60നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 60 ഹരിക്കണം 10. ഉത്തരം 6. കൊള്ളാം, രണ്ട് രീതിയിലും ഒരേ ഉത്തരം. അതെ. അടുത്ത ചോദ്യം. 30 50കൾ ചേർന്ന സംഖ്യയിൽ എത്ര 75കളുണ്ട്? ഇത് നല്ല ചോദ്യമാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. എങ്ങനെ? ആദ്യം 30 50കൾ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, 30 ഗുണിക്കണം 50, അത് 1500 ആണ്. അതെ, 1500. ഇനി ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം. 1500-ൽ എത്ര 75കളുണ്ടെന്ന് നോക്കണം. അതായത് 1500-നെ 75 കൊണ്ട് ഹരിക്കണം. അതെ. 2 75 ചേർന്നാൽ 150 ആണല്ലോ. അതെ, ശരിയാണ്. അപ്പോൾ 1500-ൽ 20 75 ഉണ്ടാകും. ഉത്തരം 20. വളരെ ശരിയാണ്. മോട്ടൂവിന് സമൂസ ഇഷ്ടമുള്ളതുപോലെ കണക്കുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെറിയ സൂത്രപ്പണികൾ ഇഷ്ടമാണല്ലേ? അതെ, അതുതന്നെ. അപ്പോൾ കൂട്ടുകാരെ, ഇതുവരെയുള്ള 6 ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എല്ലാം വ്യക്തമായി മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. ശരി, 100 മുതൽ 110 വരെയുള്ള എല്ലാ സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് മുഴുവൻ എഴുതി കൂട്ടാൻ നിന്നാൽ കുറെ സമയമെടുക്കും. ശരിയാണ്. ഇതിനും ഒരു എളുപ്പവഴിയുണ്ട്. 100 മുതൽ 110 വരെ എത്ര സംഖ്യകളുണ്ട്? 100, 101, അങ്ങനെ എണ്ണിയാൽ 11 സംഖ്യകളുണ്ട്. അതെ, അപ്പോൾ നമുക്ക് 100നെ 11 തവണ കൂട്ടുന്നതായി സങ്കല്പിക്കാം. 100 ഗുണിക്കണം 11, അത് 1100. ശരി, ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാ? 0, 1, 2, 3, അങ്ങനെ 10 വരെയുള്ള സംഖ്യകൾ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ 55 കിട്ടുമെന്ന് എനിക്കറിയാം. കൊള്ളാം. അപ്പൊ നമ്മുടെ ആകെ ഉത്തരം കിട്ടാൻ എന്തു ചെയ്യണം? 1100-നോട് 55 കൂട്ടിയാൽ മതി. 1155. ഉത്തരം ഓപ്ഷൻ സി. വളരെ ശരി. 9ാമത്തെ ചോദ്യം. ഇത് നമ്മുടെ ആദ്യത്തെ ചോദ്യം പോലെയാണെന്ന് തോന്നുന്നു. നോക്കാം. മെയ് മാസത്തിൽ ഒരു സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ ആദ്യത്തെ നമ്പർ 11237, അവസാനത്തെ നമ്പർ 11285. എങ്കിൽ ആകെ എത്ര കുട്ടികൾ ചേർന്നു? ഇത് നമ്മുടെ മൃഗശാല ചോദ്യം പോലെ തന്നെയല്ലേ? അതെ, അതേ സൂത്രം ഇവിടെയും ഉപയോഗിക്കാം. അവസാന നമ്പറിൽ നിന്ന് ആദ്യ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് ഒന്ന് കൂട്ടുക. ഓക്കെ, 11285 കുറയ്ക്കണം 11237, അത് 48. ശരി. എന്നിട്ട് 48 + 1 സ്വിസ് 49. ആകെ 49 കുട്ടികൾ. വളരെ എളുപ്പം. അടുത്തത് 999 എന്നത് താഴെ പറയുന്നവയിൽ ഏതിന് തുല്യമാണ്? ഓപ്ഷനുകൾ ഇവയാണ്. 900 നൂറുകൾ,
9,999 ഒന്നുകൾ, 10,000, 999 പത്തുകൾ. 999 എന്ന സംഖ്യയെ നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കിയാലോ? എങ്ങനെ? അതിലെത്ര ആയിരമുണ്ട്? 9,000. ബാക്കി എത്രയുണ്ട്? 999. അപ്പോൾ അതിനെങ്ങനെ പറയാം? 9,000ഉം 999 ഒന്നുകളും. ഓപ്ഷനിലുണ്ടല്ലോ അത്. 9,999 ഒന്നുകൾ. അതായത് 9,000 പ്ലസ് 999 സമം 9,999. അതെ. അടുത്ത ചോദ്യം. 56 നൂറും 4 ഒന്നും ചേർന്ന സംഖ്യ ഏത്? ഡോറയുടെ മാപ്പിലെ ഒരു കടങ്കഥ പോലെ തോന്നുന്നുണ്ടല്ലേ ഇത്? അതെ. 56 100 എന്ന് പറഞ്ഞാൽ എന്താ? 56 ഗുണിക്കണം 100, അതായത് 5,600. ശരി. അതിനോട് 4 ഒന്നുകൾ, അതായത് 4 കൂട്ടുക. 5,600 പ്ലസ് 4, ഉത്തരം 5,604. വളരെ എളുപ്പം. അതെ. അടുത്തത് ഒരു സംഖ്യാശ്രേണിയാണ്. 11,440, 11,480, 11,520. അടുത്ത രണ്ട് സംഖ്യകൾ ഏതാണ്? ഈ സംഖ്യകൾക്കിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കൂ. 11,480 നിന്ന് 11,440 കുറച്ചാൽ 40 കിട്ടും. അടുത്തതോ? 11,520 നിന്ന് 11,480 കുറച്ചാലോ? അതും 40 തന്നെ. അപ്പോ ഓരോ തവണയും 40 കൂടുകയാണ്? അതെ. അപ്പോ അടുത്ത സംഖ്യകൾ കണ്ടെത്താൻ 11,520നോട് 40 കൂട്ടിയാൽ മതി. 11,520 പ്ലസ് 40, അത് 11,560. ശരി. ഇനി അടുത്ത സംഖ്യയോ? 11,560 പ്ലസ് 40, അത് 11,600. അപ്പോ ഉത്തരങ്ങൾ 11,560, 11,600. മിടുക്കൻ. അടുത്ത ചോദ്യം. 6,855-ലാകെ എത്ര നൂറുകളുണ്ട്? ആകെ എത്ര നൂറുകൾ എന്നാണ് ചോദ്യം. അതെ. ഇത് കണ്ടെത്താൻ ഒരു സൂത്രമുണ്ട്. 100ന്റെ സ്ഥാനം വരെയുള്ള അക്കങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ മതി. 100ന്റെ സ്ഥാനം വരെ. അപ്പോ 6, 8, 68 എന്ന് കാണാം. അതെ. അപ്പോൾ 68 നൂറുകൾ. അത്രയുള്ളൂ? അത്രയുള്ളൂ. കൊള്ളാം. അടുത്ത ചോദ്യം. സംഖ്യ ഏതെന്ന് കണ്ടെത്താമോ? 200, 4,000, 7, 10, 8, 1. ഇത് ലിറ്റിൽ സിംഗം തെളിവുകൾ ക്രമീകരിക്കുന്നത് പോലെയാണ്. നമ്മൾ സ്ഥാനവിലയനുസരിച്ച് ഇവയെ ക്രമീകരിക്കണം. ഓക്കെ. അപ്പോ ഏറ്റവും വലുത് 1000, 4,000. പിന്നെ 100, അതായത് 2, പിന്നെ 10, 7, അവസാനം 1, 8. അപ്പോ സംഖ്യയോ? 4,278. 4,278. ശരിയാണ്. 15ാമത്തെ ചോദ്യം. 18,536-ൽ എത്ര ആയിരങ്ങളുണ്ട്? ഇത് നമ്മൾ നേരത്തെ 100 കണ്ടുപിടിച്ച അതേ സൂത്രം ഉപയോഗിച്ച് ചെയ്യാമല്ലോ. ശരിയാണ്. 1000ന്റെ സ്ഥാനം വരെയുള്ള അക്കങ്ങൾ നോക്കുക. അതെ. അപ്പോ 18 ഉത്തരം. 18,000. കൃത്യം. കൊള്ളാം, മിടുക്കരായ കുട്ടികൾ. 15 ചോദ്യങ്ങൾ നമ്മൾ തീർത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ രീതി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ പഠിക്കാൻ അത് അവരെയും സഹായിക്കുമല്ലോ. തീർച്ചയായും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ശ്രേണി 18,265, 18,245, 18,225. അടുത്ത രണ്ട് സംഖ്യകൾ ഏവ? ഇവിടെ സംഖ്യകൾ കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? 265, 245 കുറഞ്ഞു വരികയാണ്. എത്രയാണ് വ്യത്യാസം? 18,265-ൽ നിന്ന് 18,245 കുറച്ചാൽ 20. വ്യത്യാസം 20 ആണ്. അതെ. ഓരോ തവണയും 20 കുറയുന്നു. അപ്പോൾ 18,225-ൽ നിന്ന് 20 കുറയ്ക്കണം. 18,205. ശരി. അടുത്തതോ? അതിൽ നിന്ന് വീണ്ടും 20 കുറച്ചാൽ 18,185. ഉത്തരം 18,205, 18,185. വളരെ ശരി. ഇത് നല്ലൊരു ചോദ്യമാണ്. അബാക്കസില് 3 മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണ്? ഇത് കുറച്ച് ചിന്തിക്കണം. ഏറ്റവും ചെറിയ സംഖ്യയാണ് വേണ്ടത്. അതെ. ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ സ്ഥാനത്ത്, അതായത് 10,000ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ അക്കം വെക്കണം. 0 വെക്കാൻ പറ്റില്ലല്ലോ? ഇല്ല. അപ്പോൾ സംഖ്യ 5 അക്കമാകില്ല. അതുകൊണ്ട് 1 വെക്കാം. ശരി. അപ്പോൾ ഒരു മുത്ത് 10,000ന്റെ സ്ഥാനത്ത്. ഇനി നമ്മുടെ കയ്യിൽ 2 മുത്തുകൾ ബാക്കിയുണ്ട്. സംഖ്യ ചെറുതായിരിക്കാൻ ബാക്കിയുള്ള മുത്തുകൾ ഏറ്റവും ചെറിയ സ്ഥാനങ്ങൾ, അതായത് വലതുവശത്തേക്ക് വെക്കണം. അപ്പോ 1000-ലും 100-ലും 0? അതെ. അത് ശരിയാണ്.
മഞ്ചാടി കുട്ടികളെ വെച്ച് ടീമുണ്ടാക്കുന്ന പോലെയാണിത്. അതെ. എങ്കിൽ ഒരു ചോദ്യം കൂടി. ഇതേ 3 മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏതായിരിക്കും? ഏറ്റവും വലിയ സംഖ്യ കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം? എല്ലാ മുത്തുകളും ഏറ്റവും വലിയ സ്ഥാനത്ത് തന്നെ വെക്കണം. അതെ. അപ്പോ 3 മുത്തുകളും 10,000ന്റെ സ്ഥാനത്ത് വെക്കുക. ബാക്കി സ്ഥാനങ്ങളിലൊക്കെ 0. അപ്പൊ സംഖ്യ 30,000. കൃത്യം. അടുത്ത ചോദ്യം. 17,425-ൽ 7 എന്ന അക്കത്തിന്റെ വില എത്ര? 7 ഏത് സ്ഥാനത്താണ് എന്ന് നോക്കിയാൽ മതി. 1ന്റെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, 1000ന്റെ സ്ഥാനം. 7,000ന്റെ സ്ഥാനത്താണ്. അപ്പോൾ അതിന്റെ വില 7,000. അതെ. അടുത്ത ചോദ്യം. 5, 6, 7, 8, 9 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യയാണ് വേണ്ടത്. അതെ. ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ തന്നിരിക്കുന്ന അക്കങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ മതി. അപ്പോ 5, 6, 7, 8, 9. സംഖ്യ 56,789. അതെ. 15,000 എന്നത് എത്ര 500 ചേർന്നതാണ്? 15,000 എന്ന് പറഞ്ഞാൽ 15,000. 9,001 മുതൽ 9,999 വരെയാണ് സംഖ്യകൾ. ആകെ 999 സംഖ്യകൾ. ശരിയാണ്. ഈ ശ്രേണി ഒരൊറ്റ സംഖ്യയിൽ തുടങ്ങി മറ്റൊരൊറ്റ സംഖ്യയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ സംഖ്യകൾ 1 കൂടുതലായിരിക്കും. 500 ഒറ്റ സംഖ്യകളും 499 ഇരട്ട സംഖ്യകളും ഉണ്ടാവും. അപ്പോൾ ഉത്തരം 499. അതെ. എങ്കിൽ അടുത്ത ചോദ്യം. 12,000-നും 13,000-നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഇവയ്ക്കിടയിലുള്ള വ്യത്യാസം 1000-ആണ്. അതെ. അതുകൊണ്ട് ആകെ സംഖ്യകളിൽ പകുതി ഒറ്റ സംഖ്യകളും പകുതി ഇരട്ട സംഖ്യകളുമായിരിക്കും. അപ്പോൾ 1000ന്റെ പകുതി 500. ഉത്തരം 500. ശരിയാണ്. 14,000 മുതൽ 15,000 വരെയുള്ള സംഖ്യകളുടെ എണ്ണം എത്ര? ഇവിടെ മുതൽ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. അപ്പോ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഉൾപ്പെടുത്തണം. അതെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലെ സൂത്രം ഓർമ്മയുണ്ടോ? ഉണ്ട്. അതായത് 1000 + 1. ഉത്തരം 1001. വളരെ ശരി. അടുത്തത് 14,867-ൽ എത്ര പത്തുകളുണ്ട്? ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ചോദ്യമാണ്. 100ന്റെയും 1000ന്റെയും ഒക്കെ കണ്ടുപിടിച്ചില്ലേ? അതുപോലെ. അതെ. 10ന്റെ സ്ഥാനം വരെയുള്ള അക്കങ്ങൾ ഒരുമിച്ച് നോക്കിയാൽ മതി. അപ്പോ 1, 4, 8, 6. 1486. ഉത്തരം 1486 പത്തുകൾ. അതെ. അടുത്തത് ഒരു കടങ്കഥയാണ്. ഞാനൊരു 4 അക്ക സംഖ്യയാണ്. എന്റെ അക്കങ്ങളെല്ലാം ഒരേപോലെയാണ്. അവയുടെ തുക 20 ആണ്. ഞാൻ ആര്? 4 ഒരേപോലെയുള്ള അക്കങ്ങൾ. അവ കൂട്ടിയാൽ 20 കിട്ടണം. അപ്പോ ഒരു അക്കം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 20 ഹരിക്കണം 4. ഉത്തരം 5. അപ്പോൾ സംഖ്യ 5555. മിടുക്കൻ. അടുത്ത ചോദ്യം. 12,000, 12,100, 12,1 എന്നിവ ചേർന്ന സംഖ്യ ഏതാണ്? ഇത് നമുക്ക് ഓരോന്നായി എഴുതി നോക്കാം. 12,000 എന്നാൽ 12,000. ശരി. 12,100 എന്നാൽ 1,200. അതെ. 12,1 എന്നാൽ 12. ഇനി ഇതെല്ലാം കൂടി കൂട്ടണം. 12,000 + 1,200 + 12. ഉത്തരം 13,212. അതെ. ഒരു സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ 20,000 കിട്ടി. സംഖ്യ ഏത്? സംഖ്യ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 20,000-ൽ നിന്ന് 11 കുറച്ചാൽ മതി. അതെ. 20,000 കുറയ്ക്കണം 11. ഉത്തരം 19,989. വളരെ ശരി. വീണ്ടും ഒരു കടങ്കഥ. ഞാൻ ആര്? 8 10, 9 100, 7 1000, 5 1. ഇത് വീണ്ടും സ്ഥാനവില അനുസരിച്ച് ക്രമീകരിക്കാനുള്ളതാണ്. ആദ്യം 1000, 7, പിന്നെ 100, 9, പിന്നെ 10, 8, അവസാനം 1, 5. സംഖ്യ 7,985. അതെ. അവസാനത്തെ ചോദ്യം. ഒരു വരിയിൽ മാളു മുന്നിൽ നിന്ന് 18-മതും പിന്നിൽ നിന്ന് 7-മതുമാണ്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇത് നല്ലൊരു ചോദ്യമാണ്. അതെ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കണം. എന്തിനാണ് 1 കുറയ്ക്കുന്നത്? കാരണം നമ്മൾ മാളുവിനെ 2 തവണ എണ്ണി
മുന്നിൽ നിന്നെണ്ണിയപ്പോഴും എണ്ണി പിന്നിൽ നിന്നെണ്ണിയപ്പോഴും എണ്ണി. ഓ ശരി ശരി. അപ്പോൾ 18 + 7 കുറയ്ക്കണം 1. അതെ. അതായത് 25 കുറയ്ക്കണം 1. ഉത്തരം 24. ആകെ 24 പേർ. കൃത്യം. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഗണിതത്തിലെ കളികളും കാര്യങ്ങളും ഇവിടെ തീരുകയാണ്. എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കണക്കൊരു രസകരമായ കളിയാണ്. കൂടുതൽ പരിശീലിക്കുന്തോറും നിങ്ങൾ കൂടുതൽ മിടുക്കരാകും. അതെ, ഞങ്ങളുടെ ചാനലിൽ ഇതുകൂടാതെ സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, മറ്റ് മാത്സ് ക്വിസുകൾ, അതുപോലെ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ വർക്കുകളും ചോദ്യോത്തരങ്ങളും ഒക്കെയുണ്ട്. അതെല്ലാം പോയി കാണണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക, സന്തോഷമായിരിക്കുക. ബൈ ബൈ.